ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം തടയണം എന്ന നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം പുറത്തെത്തിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, വളരെ സുപ്രധാനമായ വാർത്ത. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിന്റെ തുടർച്ച അങ്ങനെ കാണാമോ? തീർച്ചയായും അജിംഷാദ് അങ്ങനെ തന്നെ കാണേണ്ടതായി വരും. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങളാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊരു പുതിയ രാഷ്ട്രീയ മാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രതിനിധിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പ്രയാർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം RSSനെ ഭക്തസംഘടന എന്ന് വിളിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നിയമ സെക്രട്ടറിയുടെ ഈ പുതിയ നിയമോപദേശത്തിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്. കാരണം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ആയുധ പരിശീലനവും നിയമവിരുദ്ധമാണ്, അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നാണ് നിയമ സെക്രട്ടറി ഇപ്പോൾ സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന KR ജ്യോതിലാൽ ക്ഷേത്രങ്ങളിലെ ശാഖയും ആയുധ പരിശീലനവും നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് ഇടപെടാൻ സർക്കാരിൽ അധികാരമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യം നിയമ സെക്രട്ടറിയോട് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി എന്നോണമാണ് ഇപ്പോൾ VG ഹരീന്ദ്രനാഥിൻ്റെ ഒരു നിലപാട്, ഇപ്പോൾ ഒരു നിയമോപദേശം പുറത്തു വന്നിരിക്കുന്നത്. ഈ നിയമോപദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. 2011 കേരള പോലീസ് ആക്ട് ചട്ടം 73 പ്രകാരം ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന ഏത് തരത്തിലുള്ള ആയുധ പരിശീലനം അടക്കമുള്ള ശാഖാപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനും നിരോധിക്കുന്നതിനും വേണ്ടി വന്നാൽ അവർക്കെതിരെ കേസെടുക്കുന്നതിനും സർക്കാരിനും പോലീസിനും നിക്ഷിപ്തമായ അധികാരങ്ങളുണ്ട്. ആയുധ പരിശീലനം എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനക്കോ നടത്തുവാൻ കഴിയുന്ന കാര്യമല്ല. അത് ഒരു സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ലാതെ നടക്കുന്ന നിയമവിരുദ്ധമായ അല്ലെങ്കിൽ ഇല്ലീഗലായ ഒരു പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് നിയമം വഴി തടയിടണമെന്നും നിയമ സെക്രട്ടറി VG ഹരീന്ദ്രനാഥ് സർക്കാരിന് നൽകിയിരിക്കുന്ന നിയമോപദേശത്തിൽ പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ദേവസ്വം ക്ഷേത്രങ്ങളിൽ, സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ നിരവധി വർഷങ്ങളായി നടന്നു വരുന്നൊരു പ്രക്രിയ ശാഖാ പ്രവർത്തനമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ എന്നത് ഒരു പരിധിവരെ സർക്കാർ സ്ഥാപനങ്ങൾ കൂടിയാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചില പരിമിതികൾ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട്. എന്നാൽ അത്തരം വിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട് നിയമവിരുദ്ധമായിട്ടായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ടുകളായി RSSൻ്റെ ശാഖകൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടത്തിക്കൊണ്ട് വന്നിരുന്നത്, വൈകുന്നേരങ്ങളിൽ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. പലപ്പോഴും അത് കബഡി കളി പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചില കായിക വിനോദങ്ങൾ മാത്രമാണ് എന്ന് പറയാറുണ്ടെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ ഒക്കെ ആയുധ പരിശീലനം, അത് വിജയദശമിയുടെ ഭാഗമായി വലിയ വാളുകൾ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ദണ്ഡ ഉപയോഗിച്ചുകൊണ്ടുമുള്ള പരിശീലനങ്ങൾ നൽകുന്നതായി ഭക്തരുടെ തന്നെ പരാതി നിരവധി തവണ സർക്കാരിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ നിരവധി തവണകളിലായി സർക്കാരിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു വിശദീകരണം നടത്തിയത്. തുടർന്ന് ദേവസ്വം സെക്രട്ടറി KR ജ്യോതിലാൽ തന്നെ ഔദ്യോഗികമായി ഈ കാര്യം നിയമ സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ നിയമ സെക്രട്ടറി സർക്കാരിന് ക്ഷേത്രങ്ങളിലെ ശാഖാപ്രവർത്തനവും ആയുധ പരിശീലനവും നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിൽ നിയമോപദേശം നൽകിയിരിക്കുന്നതും. അജിംഷാദ്, അങ്ങനെയാണെങ്കിൽ നിർണായകമാണ്. ഒരുപക്ഷെ ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട് പ്രയാർ ഗോപാലകൃഷ്ണന്റെ വാദങ്ങളൊക്കെ നിരർത്ഥമാകുന്ന രീതിയിലേക്കുള്ള ഒരു നിയമോപദേശമാണ് സർക്കാരിന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാരിന് മുമ്പോട്ട് പോകാം. ആയുധ പരിശീലനം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ വരെയുള്ള വകുപ്പുകൾ ഉണ്ട് എന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. ജീവൻ, തീർച്ചയായും അജിംഷാദ്, കാരണം കേരള പോലീസ് ആക്ട് 2011 കേരള പോലീസ് ആക്ടിലെ ചട്ടം 73 പ്രകാരം ആയുധ പരിശീലനം എന്നത് ഇല്ലീഗലായ ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അത് ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അത് നടക്കുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആരുടെയെങ്കിലും വ്യക്തിയുടെ പരാതി ഇല്ലാതെ തന്നെ ആ കാര്യത്തിൽ സുവമോട്ടയായി തന്നെ സ്വമേധയാ തന്നെ പോലീസിന് കേസെടുക്കാൻ അധികാരമുണ്ട്. ആ അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കാര്യത്തിൽ കേസെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ല എന്ന നിയമോപദേശം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ സർക്കാരിന് ഇത് സർക്കാരിൻ്റെ പ്രൊറോഗേറ്റീവായ ഒരു വിഷയമാണ്. സർക്കാരിന് തീർച്ചയായും ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കാം. പ്രത്യേകിച്ച് നിയമ സെക്രട്ടറിയുടെ കൂടി ഉപദേശം ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാർ ഈ കാര്യത്തിൽ എന്തായിരിക്കും നിലപാടെടുക്കുക എന്നത് സുപ്രധാനമായി പൊതുജനങ്ങൾ, പുരോഗമനവാദികൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അജിംഷാദ്,
തീർച്ചയായും ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആയുധ പരിശീലനം സംബന്ധിച്ച വിഷയത്തിൽ നിയമ സെക്രട്ടറി സർക്കാരിന് നിയമോപദേശം നൽകി. ആയുധ പരിശീലനം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാം എന്ന വകുപ്പുകൾ അടക്കമാണ് നിയമോപദേശത്തിൽ ഉൾപ്പെടുന്നതിൻ്റെ ഒക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നൽകിയത്.